ആസ്ട്രോ ഹീലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങളെക്കുറിച്ച് ചില വ്യക്തികൾ പറഞ്ഞ കഥകൾ ഒരിക്കൽ വിശ്വസിച്ചിരുന്ന 2 പേര് ഇപ്പോഴും കാര്യങ്ങളെ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങുകയാണ്. അന്ന് അവർ കരുതിയത് പ്രശ്നം നിങ്ങളാണ് എന്നായിരുന്നു. പക്ഷേ ഇപ്പോഴവർ തിരിച്ചറിയുകയാണ് നിങ്ങളല്ലായിരുന്നു പ്രശ്നമെന്നുള്ളത്. ആരോ മനഃപൂർവ്വം നിങ്ങളുടെ പേര് മോശമാക്കാൻ ശ്രമിച്ചിരുന്നതായിട്ട് കാണാം. നിങ്ങളെക്കുറിച്ചൊരു കഥ മറ്റുള്ളവരോട് പറഞ്ഞു. എന്നാൽ മറ്റുള്ളവർ അത് സത്യമാണോ എന്ന് പോലും അന്വേഷിക്കാതെ അത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ പതുക്കെ അവർക്ക് വ്യക്തമായി തുടങ്ങുകയാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. പഴയ സംഭവങ്ങൾ അവർ വീണ്ടും ഓർത്ത് നോക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും ഓർക്കുന്നതായിട്ട് കാണാം. അന്ന് അവർ ശ്രദ്ധിക്കാതെ പോയ ചെറിയ ചെറിയ കാര്യത്തിൽ പോലും ഇപ്പോൾ വലിയ വലിയ ക്ലൂസ് ഉള്ളതുപോലെയാണ് അവർക്ക് തോന്നുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ്, നമ്മൾ വിശ്വസിച്ചത് മുഴുവൻ കള്ളമായിരുന്നോ എന്നുള്ളത്. അതെ, അന്ന് നിങ്ങൾക്കെതിരായിട്ടൊരു ഫോൾസ് നെറേറ്റീവ് അവർ മറ്റുള്ളവരുടെ മുൻപിൽ സൃഷ്ടിച്ചിരുന്നു. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഇമേജ് തകർക്കാനായിട്ട് അവർ നിങ്ങളെ തെറ്റുകാരനായിട്ട് കാണിക്കാനും ശ്രമിച്ചിരുന്നു. മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും അകന്നു പോകണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിച്ചിരുന്നു. അന്ന് അവർക്കത് വിശ്വസിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ചതി ആരെങ്കിലും നടത്തുമെന്ന് ഈ രണ്ട് വ്യക്തികളെ പോലുള്ള പല വ്യക്തികളും കരുതിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു നിശബ്ദത. ഒരു സമയത്തിന് ശേഷം നിങ്ങൾ പാലിച്ച ആ ഒരു നിശബ്ദത ഒരിക്കലും നിങ്ങളുടെ ബലഹീനത ആയിരുന്നില്ല. നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടല്ല നിങ്ങൾ മിണ്ടാതിരുന്നത്. എല്ലാം പറഞ്ഞ് സ്വയം ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലായതുകൊണ്ടാണ്. ആ വ്യക്തിയുടെ പിന്നിലെ മോട്ടീവ് ഇപ്പോൾ കൂടുതൽ മറ്റുള്ളവർക്ക് വ്യക്തമാവുകയാണ്. അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നത്. അവർക്ക് അസൂയ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ, നിങ്ങളിലുള്ള ആ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കാം അവർക്ക്. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം. അവർക്ക് ആ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ മറ്റുള്ളവർ എങ്ങനെ നിങ്ങളെ കാണണമെന്നുള്ളത് അവർ തീരുമാനിക്കുകയാണ് അവിടെ ശ്രമിച്ചത്. എന്തായാലും നിങ്ങളെടുത്ത ഏറ്റവും വലിയ തീരുമാനം അവിടെ നിന്നും മാറി നിന്നതാണ്. കാരണം ഒരിക്കലും നിങ്ങൾ ഈ ആളുകൾക്ക് വളരെയധികം അവസരങ്ങൾ കൊടുത്തിരുന്നു. അവർ മാറുമെന്ന് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ഒരുപാട് റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് ഒക്കെ കണ്ടിട്ടും നിങ്ങൾ അത് പോട്ടെ, അവർ ശരിയാവും എന്നുള്ളത് നിങ്ങൾ കരുതി. നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻ ലഭിച്ചിട്ട് പോലും നിങ്ങളതിനെ അവഗണിച്ചു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. ഒരു വ്യക്തിയുടെ പാറ്റേൺ, അവരുടെ ആ ഒരു രീതി നിങ്ങൾ വളരെ വേഗം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആരെ അടുത്തേക്ക് വരാൻ അനുവദിക്കണം, ആരോട് ബൗണ്ടറീസ് വെക്കണം, ആരോട് ഡിസ്റ്റൻസ് പാലിക്കണം, ആരിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാവണം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ബന്ധമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യമായാലും നിങ്ങൾക്ക് അവിടെ ശരിയല്ലെന്ന് തോന്നിയാൽ നിങ്ങളവിടെ പിടിച്ചു നിൽക്കുന്നില്ല. ഇന്ന് പ്രശ്നങ്ങൾ വലുതാകുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്ന് പിന്മാറാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യം പോലും നോക്കാതെ നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ വലുത് നിങ്ങളുടെ മനസ്സമാധാനമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ വ്യക്തികൾ മാറും എന്നുള്ളൊരു പ്രതീക്ഷ. വീണ്ടും വീണ്ടും നിങ്ങൾ ആ ഒരു പ്രതീക്ഷയിൽ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധവും അത്ര വിലപ്പെട്ടതല്ല എന്നുള്ളത്. നിങ്ങൾ അകന്നു പോകാനുള്ള തീരുമാനം ആ വ്യക്തി വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയതായിട്ട് കാണാം. നിങ്ങൾ ആ ഒരു തീരുമാനമെടുത്തത് കാരണം നിങ്ങൾ വീണ്ടും പഴയതുപോലെ എല്ലാം സഹിച്ച് അവിടെ തന്നെ തുടരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. നിങ്ങൾ അവർക്ക് ക്ലാരിറ്റി അല്ലെങ്കിൽ വിശദീകരണം നൽകുമെന്നും തിരികെ വരുമെന്നും വീണ്ടും ഒരു അവസരം നൽകുമെന്നും ഒക്കെ അവർ കരുതിയിരുന്നു. പക്ഷേ ഇത്തവണ നിങ്ങൾ വ്യത്യസ്തമായൊരു തീരുമാനമാണ് എടുത്തത്.
നിങ്ങൾ അവരേക്കാൾ നിങ്ങളുടെ സമാധാനത്തെ തിരഞ്ഞെടുത്തു. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നിരാശയും ദേഷ്യവും ഒക്കെ ഉണ്ടായത്. നിങ്ങളുടെ അകലം, ഈ ഒരു ഡിസ്റ്റൻസ് പാലിച്ചത് അവർക്കൊരു വലിയ തിരിച്ചറിവായി. ഇനി അതായത് നിങ്ങളെ പഴയതുപോലെ നിയന്ത്രിക്കാനോ സ്വാധീനിക്കാനോ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് അവർക്ക് ഈ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യവുമൊക്കെ ഉണ്ടായത്. അതിൽ നിന്നാണ് നിങ്ങളുടെ പേര് മോശമാക്കണം, അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ജീവിക്കണ്ട, ഞാൻ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവർ നിങ്ങളെ കണ്ടാൽ മതി, ഈ ഒരു രീതിയിലേക്ക്, ഇത്രയും ടോക്സിക്കായിട്ടുള്ള രീതിയിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ പ്രേരിപ്പിച്ചത് അതൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള അസൂയ. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളോട് വലിയ വിലയുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ വില നിങ്ങൾക്ക് മുൻപേ ആ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ അടിച്ചമർത്താനും കൺട്രോൾ ചെയ്ത് വെക്കാനും ഒക്കെ അവർ ശ്രമിച്ചതും. അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ തന്നെ തുടരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വിശദീകരണം നൽകുമെന്നൊക്കെ വീണ്ടും ആ ഒരു ഡ്രാമ അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഡ്രാമയുടെ പാർട്ടാകും, അതിൽ നിൽക്കും, അവർക്ക് മറുപടി കൊടുക്കും, സ്വയം രക്ഷിക്കാനായിട്ട് ശ്രമിക്കും എന്നൊക്കെയാണ് അവർ കരുതിയത്. പക്ഷേ നിങ്ങൾ അവരുടെ ആ ഒരു പ്രതീക്ഷയെല്ലാം തന്നെ തകർത്ത് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ പോയി. പക്ഷേ അതായത് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. നിങ്ങളിൽ നിന്നും ഒരു റിയാക്ഷൻ ലഭിക്കുമെന്നവർ കരുതി. ആ റിയാക്ഷൻ കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ മോശമാക്കാമെന്നവർ കരുതി. പക്ഷേ നിങ്ങൾക്ക് റിവഞ്ചിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചു, നിങ്ങൾ റിയാക്ഷൻ കൊടുത്തില്ല. ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് അവർക്ക് മനസ്സിലായി നിങ്ങളെ ഇനി യാതൊരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന്. അത് തന്നെയാണ് പ്രശ്നമായതും. അത് തന്നെയാണ് അവർ നിങ്ങളുടെ റെപ്യൂട്ടേഷൻ തകർക്കാൻ മറ്റുള്ളവരെ ഏർപ്പാടാക്കിയതും, അവരുടെ വായിൽ തോന്നിയതെല്ലാം അവർ പറഞ്ഞതും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവർ ഭയപ്പെട്ടിരുന്നത്, നിങ്ങളെല്ലാവരോടും അവരുടെ കള്ളങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ അവരുടെ വീക്ക്നെസ് ഇതൊക്കെ മറ്റുള്ളവരോട് പറയുമോ, അവരുടെ സത്യം മറ്റുള്ളവർ തിരിച്ചറിയുമോ, അവരുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവർ അറിയുമോ എന്നൊക്കെ അവർ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കാത്തത്, നിങ്ങൾക്ക് റിവഞ്ച് അല്ലായിരുന്നു ആവശ്യം. ആരെയും താഴെ ഇറക്കാനോ അല്ലെങ്കിൽ എല്ലാവരോടും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു നടക്കാനോ നിങ്ങൾക്ക് താല്പര്യമായിരുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവരെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡ്രാമയിൽ നിന്നും തന്നെ ഒഴിവാക്കുക എന്നതായിരുന്നു. അതായിരുന്നു നിങ്ങളും അവരും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നതും. നിങ്ങൾ അവരെപ്പോലെ റിവെഞ്ച് ചെയ്യുന്നതിനോ അവരുടെ പേര് മോശമാക്കുന്നതിനോ പോകുന്നതിന് പകരം നിങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. നിശബ്ദത തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വഴക്കുണ്ടാക്കുന്നതിന് പകരമോ അല്ലെങ്കിൽ വാദിക്കുന്നതിന് പകരവും നിങ്ങൾ അവരിൽ നിന്നെല്ലാം അകലം പാലിക്കുകയാണ് ചെയ്തത്. നിങ്ങളെ തെറ്റായി മനസ്സിലാക്കിയ എല്ലാവരെയും തിരുത്താൻ നിങ്ങൾ ഓടി നടന്നില്ല. ആ തീരുമാനം നിങ്ങളുടെ ആത്മാഭിമാനവും സംരക്ഷിച്ചു എന്നാണ് കാണുന്നത്. പിന്നെ ബാക്കിയെല്ലാം സമയം തന്നെ ചെയ്തതായിട്ടാണ് കാണുന്നത്. കാരണം ഈ രണ്ട് വ്യക്തികൾ ആ വ്യക്തി പറഞ്ഞ കഥകൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. കാരണം കള്ളം പറഞ്ഞ ആ ഒരു വ്യക്തിയുമായിട്ട് ഇവർക്ക് വളരെ നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു, വളരെ അടുത്ത ഒരു അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ അങ്ങോട്ട് ചോദ്യം ചെയ്യാതെ അതെല്ലാം അവർ വിശ്വസിച്ചു. നിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പോലും അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല. അവർ ചിന്തിച്ചത് ഇവരെന്തിനാ കള്ളം പറയുന്നത്, ഇവർക്ക് കള്ളം പറയേണ്ട കാര്യമില്ല എന്നൊക്കെയായിരുന്നു. അവരുടെ സുഹൃത്ത് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ഒരാൾ, വിശ്വസിക്കാവുന്ന ഒരാളാണെന്ന് അവർ ഉറച്ചു നിന്നിരുന്നു, അതിൽ ഉറച്ച് വിശ്വസിച്ചിരുന്നു. മറ്റൊരു വശത്ത് മറ്റൊരു സത്യം ഉണ്ടായിരിക്കാമെന്ന് പോലും അവർ ചിന്തിച്ചില്ല. അതായത് ഒരു നാണയത്തിന് രണ്ട് സൈഡ് ഉണ്ടെന്നുള്ളതുപോലെ അപ്പുറത്തെ സൈഡിൽ അവരുടേതായിട്ടുള്ള ന്യായങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പോലും അവർ ചിന്തിച്ചില്ല. പക്ഷേ സമയം കഴിയും തോറും ഓരോ സംഭവങ്ങൾ അവരുടെ ആ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതായിട്ടാണ് കാണുന്നത്. അതായത് ഒന്നിനു പിന്നാലെ മറ്റൊന്നെന്ന രീതിയിൽ കാര്യങ്ങൾ അവർക്ക് വ്യക്തമാകാൻ തുടങ്ങി. അവരുടെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ പതുക്കെ മാറിയതായിട്ട് കാണുന്നു. അപ്പോഴും നിങ്ങൾ അവരുടെ പിന്നാലെ പോയിട്ടില്ല. അതായത് എന്നെ വിശ്വസിക്കൂ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്നൊന്നും അവരോട് ചോദിക്കാനൊന്നും പോയിട്ടില്ല. നിങ്ങളുടെ ഭാഗം തെളിയിക്കാനോ ഒന്നും നിങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല. നിങ്ങൾ കരുതിയത് ഓരോരുത്തർക്കും ഓരോരോ തീരുമാനങ്ങളുണ്ട്, അവരുടെ അത് സ്വാതന്ത്ര്യമാണ്, അവരിഷ്ടമുള്ളതുപോലെ ചിന്തിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ്. കാരണം സത്യത്തിന് എല്ലായ്പ്പോഴും ഒരു വാദത്തിൻ്റെ ആവശ്യമില്ല.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സത്യം പറഞ്ഞിട്ട് നിശബ്ദമായിട്ട് നിങ്ങൾ പോവുകയാണ് ചെയ്തത്. കാലം ബാക്കി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു മറുപടി എന്ന് പറയുന്നത് നിശബ്ദത തന്നെയാണ്. അല്ലാതെ ആരുടെ പുറകെയും ചേസ് ചെയ്ത് പോയി നിങ്ങളെ തെളിയിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിശബ്ദമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ശക്തമായിട്ടുള്ളൊരു മറുപടി എന്ന് പറയുന്നത്. കാരണം കാലം സത്യം തെളിയിക്കും. സത്യം ഒരുപാട് കാലമൊന്നും ആർക്കും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. ആ ഒരു സത്യം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയും. ഇനി അറിഞ്ഞില്ലെങ്കിലും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വില നൽകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗം ഒരിക്കലെങ്കിലും ചിന്തിക്കാതിരിക്കുമോ? അല്ലേ? സമയം കഴിയും തോറും അവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും. അവരുടെ ചുറ്റും നിന്ന ആളുകൾ പതിയെ ആ ഒരു യഥാർത്ഥ പാറ്റേൺ, അവരുടെ ആ ഒരു സ്വഭാവത്തിൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിക്കാൻ തുടങ്ങും. പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചതായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച അതേ വ്യക്തി ഈ വ്യക്തിക്കെതിരെയും അവരുടെ കൂടെ നിന്ന ചില വ്യക്തികൾക്കെതിരെയും തിരിഞ്ഞതായിട്ട് കാണാം. അവർ നിങ്ങളോട് കാണിച്ച അതേ പെരുമാറ്റം ഇപ്പോൾ ഇവരോടും അവർ ആവർത്തിക്കാൻ തുടങ്ങി എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അവർ വിശ്വസിച്ചിരുന്ന ആ ഒരു സത്യസന്ധത ഒക്കെ ഈ വ്യക്തിയെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്ന സത്യസന്ധനാണ് എന്നൊക്കെ കരുതിയിരുന്ന അതൊക്കെ പതുക്കെ ഇല്ലാതാകുന്നതായിട്ട് കാണാം. അവർ വളരെ വിശ്വസിച്ചിരുന്ന ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ഇന്നവർക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇത് തന്നെ ആയിരിക്കണം അവർ ഇന്ന് രണ്ടാമത് ചിന്തിക്കാനുള്ള കാരണവും. അതായത് ഈ വ്യക്തിയിൽ കണ്ട ആ ഒരു സെയിം പാറ്റേൺ അത് തന്നെയല്ലേ നിങ്ങളോട് അവർ കാണിച്ചത് എന്നുള്ളത് അവർ ചിന്തിക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നപ്പോഴാണ് അവർക്ക് ഈ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോഴാണ് അവർ നിങ്ങളുടെ ആ ഒരു സൈഡ് ചിന്തിക്കാൻ തുടങ്ങിയത്. നിങ്ങളായിരുന്നില്ല പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്തതല്ല, നിങ്ങൾ വെറുതെ ആരെയും കുറ്റപ്പെടുത്തിയതല്ല എന്നുള്ളതല്ല അവർ ചിന്തിക്കുന്നത്. അന്ന് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ കണ്ട അതേ കാര്യം ഇപ്പോഴാണ് അവരുടെ കൂടെ നിന്ന് ഈ ഒരു വ്യക്തി കാണുന്നത്. ഈ രണ്ടാമത്തെ വ്യക്തിയും ഇതേ പാറ്റേൺ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ അവരുടെ കാര്യത്തിൽ അവരെ വിശ്വസിച്ച് കൂടെ നിന്നതായിരുന്നില്ല. അതായത് ആദ്യത്തെ വ്യക്തി നിന്നതുപോലെ പൂർണ്ണമായിട്ടും ഇയാൾ സത്യസന്ധനായിരിക്കും എന്നുള്ളത് വിശ്വസിച്ച് കൂടെ നിന്നതല്ല. എല്ലാവരും ഇവരെ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, ആ രീതിയിൽ അവരുടെ കൂടെ നിന്ന വ്യക്തിയാണ്. അതായത് എല്ലാവരും ഒരു കാര്യമല്ലേ പറയുന്നത്, അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു സത്യമുണ്ടായിരിക്കും എന്ന് കരുതി അവരെ വിശ്വസിച്ച് ആ ഒരു ക്രൗഡിൻ്റെ കൂടെ വിശ്വസിച്ച് കൂടെ നിന്നതാണ്. പക്ഷേ ഇപ്പോൾ അന്ന് പറഞ്ഞ അതേ വ്യക്തികൾ അവരുടെ അനുഭവത്തിൽ നിന്നും സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഈ വ്യക്തിക്കും കൺഫ്യൂസ്ഡാണ്. കാരണം ഇവരെ ആരെയും വിശ്വസിച്ചതല്ല, ക്രൗഡിനെ വിശ്വസിച്ചതാണ്. ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ട് വിശ്വസിച്ചതാണ്. അപ്പോൾ ഇവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. അതുപോലെ അവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാറിയതിന് ശേഷവും കാര്യങ്ങൾ അവിടെ അവസാനിച്ചിട്ടില്ല. അതേ വ്യക്തി, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച അതേ വ്യക്തി വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരുന്നു. പതുക്കെ അവരുടെ ചുറ്റും അവർക്ക് കൂട്ടാളികളായിട്ട് നിന്ന ആൾക്കാരെ അവർ പ്രശ്നക്കാരനാക്കി മാറ്റാൻ തുടങ്ങി. അതായത് അവർ വിക്ടിം ചമഞ്ഞിട്ട് ബാക്കിയുള്ളവരെയെല്ലാം വില്ലനാക്കാൻ തുടങ്ങി. അതായത് ഒരാൾക്ക് പ്രശ്നം, അവർക്ക് എപ്പോഴും പ്രശ്നമാണ്, അവർ വിക്ടിമാണ് എപ്പോഴും, ബാക്കിയുള്ളവർ അവരുടെ ചുറ്റും നിൽക്കുന്നവരെല്ലാം അവരെ ദ്രോഹിക്കണം. ആ രീതിയിൽ ആണ് അവർ പറഞ്ഞു പരത്തുന്നത്. അത് ഓരോ ആൾക്കാർക്കും അവർ ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പ്രശ്നം എല്ലാവരിലും ആയിരുന്നില്ല, പ്രശ്നം ഈ വ്യക്തിയിലായിരുന്നു. ഈ വ്യക്തിയുടെ ആ ഒരു പാറ്റേൺ, അവരുടെ ആ ഒരു സ്വഭാവ രീതി അത് മറ്റുള്ളവർക്ക് വ്യക്തമായി. കാരണം അത് അവഗണിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരുപാട് പേരിലേക്ക് അതേ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് ഈ വ്യക്തി അവരെ മാനിപ്പുലേറ്റ് ചെയ്തതായിരുന്നു എന്ന്. അതായത് നിങ്ങൾ അനുഭവിച്ച അതേ കാര്യം തന്നെയാണ് ഇന്ന് ഇവരും അനുഭവിക്കുന്നത്. അതിൻ്റെ അർത്ഥം അന്ന് നിങ്ങളായിരുന്നു ശരി, പക്ഷേ ഇവരുടെ മാനിപ്പുലേഷനിൽ നിങ്ങളുടെ ശരി അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഈ വ്യക്തികൾക്ക് ഒരു കുറ്റബോധം ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതായത്
അവർ നിങ്ങളെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. എനിക്ക് തെറ്റുപറ്റി പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു പ്രൈഡ് കാരണം നേരിട്ട് വന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയി എന്ന് പറയാനായിട്ട് അവർ അവരത് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അത് അവരുടെ ആ ഒരു ഈഗോ കാരണമാണ്. അവരൊരിക്കലും അത് തുറന്ന് സമ്മതിച്ചില്ലെങ്കിലും അവർ പഠിച്ച പാഠം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള പാഠം, ആ ഒരു പാറ്റേൺ അവർക്ക് അറിയാം. നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതേസമയം നിങ്ങൾ നിങ്ങളുടെ ഇന്നസെൻസ് തെളിയിക്കാൻ ആരുടെ പിന്നാലെയും ഇതുവരെയും പോയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയി. ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ആശങ്ക നിങ്ങൾ പതുക്കെ ഉപേക്ഷിച്ചു. ആദ്യമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ അത് ഉപേക്ഷിച്ചു. നിങ്ങൾ ആരുടെയും അംഗീകാരം തേടി ആരുടെയും പിന്നാലെ ഓടുന്നില്ല. അവരെന്ത് വിശ്വസിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, അത് അവരുടെ ചോയ്സ്, അത് ഞാൻ വിട്ടുകൊടുത്തു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാനുള്ള ഒരു കാരണവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ മനസ്സമാധാനമാണ്. നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തി നിങ്ങളിൽ നിന്നും വീണ്ടും ഒരു അടി, വഴക്ക്, പ്രശ്നങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലല്ലേ ആ ഒരു ലൂപ്പിൽ നിങ്ങളെ തളച്ചിടാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് അവർ കരുതിയിരുന്നു. പക്ഷേ സംഭവിച്ചതെല്ലാം നേരെ വിപരീതമായിരുന്നു. കാരണം നിങ്ങൾ ഒരുപാട് സഹിച്ചതിന് ശേഷമാണ് ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചത്. നിങ്ങൾ കൂടുതൽ ശാന്തമാവുകയാണ് ചെയ്തത്. നിങ്ങൾ കൂടുതൽ ശക്തനാവുകയാണ് ചെയ്തത്. നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആവുകയാണ് ചെയ്തത്. അവരുടെ സ്വന്തം പ്രവൃത്തികൾ തന്നെയാണ് ഒടുവിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കാരണമായത്. നിങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞത് മറ്റുള്ളവരും ഇന്ന് തിരിച്ചറിയുന്നു എന്നുള്ളതേ വ്യത്യാസമുള്ളൂ. നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ആ ഒരു ടോക്സിക് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മാറ്റി നിർത്തി. നിങ്ങളുടെ എനർജിയെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ എനർജിയും സമാധാനത്തെയും നിങ്ങൾ സംരക്ഷിച്ചു. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.